പശ്ചിമേഷ്യയിൽ ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തുടങ്ങിയ യുദ്ധം അതിന്റെ 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഈ സംഘർഷം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെയും ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്ക സ്ഥാപിച്ച സൈനിക താവളങ്ങൾ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളുടെ ലക്ഷ്യമാവുക കൂടി ചെയ്തതെന്ന തിരിച്ചറിവ് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്കുണ്ടായി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഇറാന് കഴിഞ്ഞതോടുകൂടി അതുവഴി ഇറാൻ അനുവദിക്കാത്ത കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയുമുണ്ടായി. ഈ ഉപരോധം തകർക്കാൻ ആവശ്യപ്പെട്ട നാവികസേന സഹായം നൽകാൻ നാറ്റോയും മറ്റ് രാജ്യങ്ങളും തയ്യാറാകാത്തത് ട്രംപിനെ കൂടുതൽ രോഷാകുലനാക്കിയിട്ടുണ്ട്. ഖാർഗ് ദ്വീപിന് മുകളിൽ അമേരിക്ക വർഷിച്ച ബോംബുകളോ കൂടുതൽ ആക്രമണം നടത്തുമെന്ന ഭീഷണിയോ ഇറാൻ നടപ്പാക്കിയ ഹോർമൂസ് ഉപരോധത്തിന്റെ കാർക്കശ്യം കുറയ്ക്കാൻ സഹായിച്ചില്ല. എണ്ണ മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇതിനൊക്കെ ഇടയിൽ ഡീഗോ ഗാർഷ്യയിൽ അമേരിക്കയും ഇംഗ്ലണ്ടും ചേർന്നുള്ള സൈനിക താവളത്തിന് നേരെ മിസൈലുകൾ അയച്ചുകൊണ്ട് സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാൻ തങ്ങൾക്ക് ഒരു മടിയുമില്ലെന്ന സന്ദേശവും ഇറാൻ നൽകി. ഇപ്പോൾ വരുന്ന ചോദ്യം ഇതാണ്: ഇറാൻ എങ്ങനെ സൃഷ്ടിച്ചു ഈ ഊർജ പ്രതിസന്ധി? ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധവും എണ്ണപ്പാടങ്ങളുടെയും റിഫൈനറികളുടെയും നേരെയുള്ള ആക്രമണവും കാരണം രാജ്യാന്തര വിപണിയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വില കുത്തനെ ഉയർന്നു. ലോകത്തിന് ആവശ്യമായ പ്രകൃതിവാതകത്തിന്റെ 20% ഖത്തറിൽ നിന്നാണ് വരുന്നത്. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ റിഫൈനറി ലക്ഷ്യമാക്കി ഡ്രോണുകൾ പായിച്ച ഇറാൻ പ്രകൃതിവാതകത്തിന്റെ ലഭ്യത വലിയ തോതിൽ വെട്ടിച്ചുരുക്കുന്നതിൽ വിജയിച്ചു. ഇതുമൂലം പ്രകൃതിവാതകത്തിന്റെ വിലയും ഗണ്യമായി വർദ്ധിച്ചു. ഈ രീതിയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വർദ്ധിച്ചു വരുന്ന വിലയും ദൗർലഭ്യവും ലോകത്തിനെ ഒരു ഊർജ പ്രതിസന്ധിയുടെ വക്കിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഉയർന്ന എണ്ണവില ഉണ്ടാക്കുന്ന പരിഭ്രാന്തി അമേരിക്കയെയും ഒഴിവാക്കിയിട്ടില്ല. എണ്ണയുടെ ലഭ്യത കൂട്ടാൻ റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം കഴിഞ്ഞയാഴ്ച അമേരിക്ക പിൻവലിച്ചിരുന്നു. വെടിനിർത്തൽ കൂടാതെ യുദ്ധത്തിന്റെ തീവ്രത കുറച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചും ട്രംപ് പറഞ്ഞത് അമേരിക്കയിൽ തന്നെ എണ്ണയുടെ വില വർധന വരുത്തി വെച്ചേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് തുടങ്ങുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നിലനിൽപ്പിനെ ഒരു നിരന്തര ഭീഷണിയായിട്ടാണ് ഇറാനെ കാണുന്നത്. അതുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ വളരെ ലളിതമാണ്. ഒന്ന്, ടെഹ്റാനിൽ ഇപ്പോഴുള്ള ഇസ്ലാമിക മതപണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന വ്യവസ്ഥ മാറി തങ്ങളോട് ആഭിമുഖ്യമുള്ള ഭരണകൂടം വരിക. 2, ഇറാൻ അണുബോംബ് നിർമ്മിക്കാനുള്ള പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുക. തങ്ങളുടെ നേരെ ശത്രുതാപരമായ സമീപനം കൈക്കൊള്ളുന്ന ഇറാനെയും അവർ പിന്തുണയ്ക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും വരുതിയിൽ കൊണ്ടുവരാതെ യുദ്ധം നിർത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു താല്പര്യപ്പെടില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഈ നേട്ടം കൈവരിക്കേണ്ടത് നെതന്യാഹുവിന്റെ ആവശ്യം കൂടിയാണ്. ഇത് ഇസ്രായേലിന്റെ കാര്യം. ഇനി അമേരിക്കയുടെ ലക്ഷ്യം എന്താണെന്നതിനെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ അവ്യക്തത നിലനിന്നിരുന്നു. ഇത് താൻ നിശ്ചയിക്കുന്ന സമയത്ത് യുദ്ധം വിജയിച്ചതായി പ്രഖ്യാപിക്കാൻ വേണ്ടി ട്രംപ് ബോധപൂർവം ചെയ്തതാണെന്ന പ്രതീതിയും ജനിപ്പിച്ചിരുന്നു. എന്നാൽ ഇറാൻ ഉയർത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പും പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളുടെ മേൽ ഇറാൻ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളും എണ്ണ വിപണിയിൽ അവർ സൃഷ്ടിച്ച അലങ്കോലവും തങ്ങളുടെ ലക്ഷ്യം കൈവരിച്ചുവെന്ന് ഐക്യകണ്ഠേന പ്രഖ്യാപിച്ച് യുദ്ധം നിർത്താനുള്ള ചെറിയൊരു അവസരം പോലും അമേരിക്കയ്ക്ക് നൽകുന്നില്ല എന്നതാണ് വാസ്തവം. ഇതിനു പുറമെ ഇനി അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ തന്നെ ഇറാൻ അത് ഉടനെ അംഗീകരിക്കുമോ എന്നതും ചോദ്യമായി തന്നെ തുടരുന്നുണ്ട്. എന്താണ് ഇറാന്റെ തന്ത്രം? ഈ യുദ്ധത്തിൽ ഇറാൻ വലിയ നാശനഷ്ടങ്ങൾ നേരിടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലെ പ്രമുഖരെല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവരുടെ പോർവിമാനങ്ങളുടെയും നാവികസേനയുടെയും കപ്പലുകളുടെയും ഒക്കെ നല്ലൊരു ശതമാനവും ഉപയോഗശൂന്യമായെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനപ്പെട്ട നഗരങ്ങളിലെ വലിയ കെട്ടിടങ്ങൾ തകർന്നു തരിപ്പണമായി. എന്നിട്ടും ഭരണകൂടത്തിനെ മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നില്ല എന്ന് മാത്രമല്ല, നേതാക്കളുടെ മരണവും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളും രാജ്യത്തിലെ ജനങ്ങളെ ഈ യുദ്ധത്തിൽ ശത്രുവിനെതിരെ ഒരുമിപ്പിക്കാൻ വഴിയൊരുക്കുകയാണ് ചെയ്തത്. കനത്ത ചെറുത്തുനിൽപ്പിലൂടെ അമേരിക്കയെയും ഇസ്രായേലിനെയും വെള്ളം കുടിപ്പിക്കാനും സമ്മർദ്ദത്തിലാക്കാനുമെല്ലാം ഇറാന് കഴിയുന്നുണ്ട്. യുദ്ധം കഴിയുന്നത്ര നീട്ടുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുക വഴി അമേരിക്കയുടെ മേൽ കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച് അമേരിക്കയെ കൊണ്ട് വെടിനിർത്തലിന് നിർബന്ധിതരാക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. അമേരിക്കയുടെയും ലോകത്തിന്റെയും സാമ്പത്തിക ഭദ്രതയോ അതോ ഇസ്രായേലിന്റെ സുരക്ഷയോ, ഇതിൽ ഏതിനാണ് വാഷിംഗ്ടൺ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന ചോദ്യമാണ് ഈ ചെറുത്തുനിൽപ്പ് വഴി ഇറാൻ ഉയർത്തുന്നത്. ഈ യുദ്ധം കൂടുതൽ നീണ്ടുപോകാതെ അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെയും ഇത് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റ് ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ ആവശ്യമാണ്. ഞങ്ങൾ ജയിക്കുകയാണ്, ഇറാൻ പൂർണ്ണമായും തകർന്നു എന്ന് പല പ്രാവശ്യം ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും എതിരാളികൾ ഇപ്പോഴും പൊരുതുകയാണെന്ന വസ്തുത പകൽ വെളിച്ചം പോലെ തന്നെ വ്യക്തമാണ്. യുദ്ധത്തിനെതിരെയുള്ള വലിയ തോതിലുള്ള ജനവികാരം ഇതുവരെ അമേരിക്കയിൽ ഉടലെടുത്തിട്ടില്ലെങ്കിലും പല കോണുകളിൽ നിന്നും പ്രതിഷേധ സ്വരങ്ങൾ പുറത്തു വന്നു തുടങ്ങി. അതിന്റെ തെളിവാണ് നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ ഡയറക്ടർ ജോ കെന്റിന്റെ രാജി.
ഇതോടൊപ്പം നടത്തിയ പ്രസ്താവനയിൽ ഇസ്രായേലിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയതെന്ന് കെന്റ് ആരോപിക്കുകയും ചെയ്തു. ഈ യുദ്ധം കൂടുതൽ നീണ്ടുപോകാതെ അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെയും ഇത് കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മറ്റ് ലോകരാഷ്ട്രങ്ങളുടെയും ഒക്കെ ആവശ്യമാണ്. ഇപ്പോൾ ചെയ്യുന്നത് പോലെ കുറേയേറെ ബോംബുകളും മിസൈലുകളും വർഷിച്ച് കൂടുതൽ നാശനഷ്ടം സൃഷ്ടിക്കാം. പക്ഷെ ഇതുകൊണ്ടുള്ള പ്രകടമായ ഫലങ്ങൾ കുറഞ്ഞു വരികയാണ്. അതുമാത്രമല്ല, ഈ ആക്രമണം വഴി ഇറാന്റെ ഉൾക്കരുത്ത് തകർക്കാൻ സാധിക്കില്ലെന്ന് ഇതിനോടകം തന്നെ ട്രംപിന് വ്യക്തമായിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾ ഇറാനെതിരെ യുദ്ധത്തിന് മുതിരില്ല എന്ന് വ്യക്തമാണ്. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഇത്രയേറെ നാശം വിതച്ചിട്ടും GCC രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചൊരു ആക്രമണം പോലും ഇറാനെതിരെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് നടത്താത്തത് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പക്ഷത്ത് ചേരാനുള്ള വിമുഖത കൂടി കൊണ്ടാണെന്ന് നമ്മളൊന്ന് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. യുദ്ധം വേഗം അവസാനിപ്പിക്കാൻ ട്രംപിന് മുൻപിലുള്ള ഏറ്റവും നല്ല വഴി ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തി ഒരു വെടിനിർത്തലിനുള്ള വഴിയൊരുക്കുക എന്നതാണ്. അനായാസമായ ഒരു സൈനിക നടപടി വഴി വെനസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളാസിനെ ബന്ദിയാക്കിയതുപോലെ ഇറാന്റെ പരമോന്നത നേതാവിനെയും സഹപ്രവർത്തകരെയും വധിച്ച് ആ രാജ്യത്ത് തന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിനെ സ്ഥാപിക്കാമെന്ന് കരുതി എടുത്തു ചാടി തുടങ്ങിയ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വഴികൾ നോക്കി ട്രംപ് കുഴങ്ങുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ വലിയ നാശം വിതയ്ക്കാൻ കെൽപ്പുള്ള ഒരു ശത്രുവിനെതിരെ പോരാടാൻ മിസൈലുകളും ബോംബുകളും മാത്രം പോരാ, വ്യക്തമായ തന്ത്രങ്ങളും ബദൽ പദ്ധതികളും ആവശ്യമാണ്. ഈ യുദ്ധത്തിൽ അമേരിക്ക നേരിടുന്ന തിരിച്ചടികൾക്കുള്ള കാരണവും ഇപ്പോൾ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നതും ഇവയുടെയൊക്കെ അഭാവം തന്നെയാണ്. നമുക്കറിയാം, അമേരിക്കയും ഇസ്രായേലും തുടങ്ങി വെച്ച യുദ്ധം ഇന്ന് നമ്മുടെയൊക്കെ അടുക്കള വരെ എത്തി നിൽക്കുന്നു. ഗ്യാസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ എല്ലാവരും ഇപ്പോൾ നന്നായിട്ട് അറിയുന്നുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ അനന്തരഫലം എന്താവുമെന്നാണ് ഇപ്പോൾ ലോകവും ഉറ്റുനോക്കുന്നത്.